കേരള ബ്ലാസ്റ്റേഴ്സും സൂപ്പർ കപ്പും അത്രയും അങ്ങോട്ട് രാശിയില്ലാത്തൊരു സാധനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 നമ്മൾ വന്നു കഴിഞ്ഞ് മൊത്തം 8 മത്സരങ്ങളിൽ നിന്നും ആകെ 2-2 വിജയം, ഒരു സമനില. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് പോരാ നമ്മുടെ അവസ്ഥ. പക്ഷെ എന്നാലും പുതിയ കോച്ചാണ്, പുതിയ ടീം പോലെയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളതെല്ലാം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് സെൻസിൽ എല്ലാത്തിലും എടുക്കാം. കാരണം പ്രതീക്ഷകളാണല്ലോ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് തന്നെ പോവാം. അപ്പം അതിൽ വേറൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ കപ്പിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 ഫോറിൻ പ്ലെയേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോറിൻ പ്ലെയേഴ്സിനെയൊക്കെ ഒരാളെയും കൂടെ കൂടുതൽ കളിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ കോച്ച് ഡേവിഡ് കാറ്റാളൻ എത്രമാത്രം സ്പാനിഷ് കോച്ചാണ്, പക്ഷേ എത്രമാത്രം ടീമുമായിട്ട് ബ്ലെൻഡ് ആവാൻ പറ്റി, അല്ലെങ്കിൽ ഇന്ത്യൻ ഗെയിം സ്റ്റൈലുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ടീമുകളുമായിട്ടൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ പ്രതീക്ഷ വെക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. പിന്നെ നമുക്ക് നോക്കാം, കണ്ടു തന്നെ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ എന്തായാലും ഈ സൂപ്പർ കപ്പിൽ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.